കർത്താവെ, ഞാൻ അങ്ങേ മുഖം അന്വേഷിച്ചു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് പറഞ്ഞു. അങ്ങേ മുഖം ഞാൻ അന്വേഷിക്കും, അങ്ങേ മുഖം എന്നിൽ നിന്നും തിരിക്കരുതേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. സഹോദര, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ പ്രിയപുത്രനെ ശ്രവിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ച ദൈവമേ, അങ്ങേ വചനത്താൽ ഞങ്ങളെ ആന്തരികമായി പരിപോഷിപ്പിക്കുവാൻ കനിയണമേ. അങ്ങനെ ആത്മീയമായ ഉൾക്കാഴ്ചയിൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹത്വത്തിൻ്റെ ദർശനം ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ യാചനകൾ കേട്ടരുളയണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകനു പകരം ദഹനബലിയായി അർപ്പിച്ചു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായതുകൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തിരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താൻ അമൂല്യമാണ്. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞാബലി അർപ്പിക്കും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുന്നിൽ വ്യാപരിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിൽ ജെറുസലേമേ, നിന്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവേൻ. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? സ്വപുത്രനെ പോലെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനുമായ യേശു ക്രിസ്തു തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ശോഭിക്കുന്ന മേഘത്തിൽ നിന്ന് നിത്യപിതാവിൻ്റെ സ്വരം ഉണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രനാണോ, ഇവനെ ശ്രവിക്കുവിൻ. കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്തതിനേക്കാൾ വെണ്ണയും തിളക്കവും ഉള്ളവയായിരുന്നു. ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ട് ഇരുന്നു. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയായിക്കും. എന്താണ് പറയേണ്ടതെന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു. അവർ അത്രയ്ക്കും ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്നും ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അവർ ചുറ്റും നോക്കി യേശുവിനെ അല്ലാതെ മറ്റാരെയും തങ്ങളുടെ കൂടെ അവർ കണ്ടില്ല. അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്നും ഉയർക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. മരിച്ചവരിൽ നിന്നും ഉയർക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ രഹസ്യമായി സൂക്ഷിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് തപസ്കാലത്തിലെ 2ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ 2ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുസഭയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന വചനഭാഗം യേശുനാഥൻ്റെ രൂപാന്തരണത്തെക്കുറിച്ചാണ്. രൂപാന്തരണം എന്താണ് ഇവിടെ സംഭവിച്ചത്? യേശു തൻ്റെ ശിഷ്യന്മാരിൽ 3 തൻ്റെ കൂടെ വിളിക്കുകയും അവരുടെ സാന്നിധ്യത്തിൽ തൻ്റെ മഹത്വം സ്നേഹപിതാവായ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ പ്രകടമാവുകയാണ് ചെയ്തത്. ഇവിടെ ഇന്നത്തെ 2ാമത്തെ വായനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ നമ്മളെ ആർക്ക് ഭയപ്പെടണം എന്ന്. ആരെയും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം ദൈവം നമ്മോട് കൂടെ ആണ് എന്നാണ്. ഇനി ഈ ദൈവം നമ്മോട് കൂടെ ആയിരിക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്നേഹപിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്നതായിട്ടുള്ള സുവിശേഷ ഭാഗം കൂടിയാണ് ഇന്ന്. രൂപാന്തരപ്പെട്ടതിന് ശേഷം, അതായത് തൻ്റെ പുത്രൻ്റെ മഹത്വപ്പെടുത്തൽ ആ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം സ്നേഹപിതാവായ ദൈവം ഇപ്രകാരം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനെ നിങ്ങൾ ശ്രവിക്കുവിൻ എന്ന്. ദൈവപുത്രനെ ശ്രവിക്കുന്ന ഏവനും ദൈവപുത്രന്മാരാണ്, ദൈവത്തിൻ്റെ അനുയായികളാണ്. അപ്പോൾ അവർക്ക് ഭയപ്പെടേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുതന്നെയാണ് ഇന്നത്തെ 1ാമത്തെ വായനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ.
ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന ഒരു വ്യക്തി, അതാണ് അബ്രാഹാം. തൻ്റെ ഏകപുത്രനെ തനിക്ക് വേണ്ടി ബലി അർപ്പിക്കുവാനായിട്ട് പറയുമ്പോൾ അത് ദൈവവചനമാണ്, താൻ ശ്രവിക്കണം എന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസത്തോടെയും ബോധ്യത്തോടും കൂടെ തൻ്റെ പുത്രനെ ബലി കഴിക്കുവാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ ആദ്യം ആ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് തൻ്റെ പുത്രനെ ബലി അർപ്പിക്കുവാനായിട്ട് പോയപ്പോൾ ദൈവം അവസാനമായിട്ട് വേറൊരു വാക്കുകൂടി പറയുന്നുണ്ട്, അവൻ്റെ മേലെ കത്തിവെക്കരുത് എന്ന്. അതായത് തനിക്ക് വേണ്ടി ബലി അർപ്പിക്കുവാൻ പറഞ്ഞതും അവനെ ബലി അർപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നതും ഒരേ ദൈവം തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ തരുന്നവനും ആ കഷ്ടതകൾ പരിഹരിക്കുവാനുള്ള ശക്തിയും കൃപയും തരുന്നവനും ഒരുവൻ തന്നെയാണ്. എന്നാൽ ഈ കഷ്ടതയിൽ നമ്മൾ ആ കഷ്ടതയിൽ മുങ്ങിപ്പോയി ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അധംപതനം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ അബ്രാഹാത്തെ പോലെ ദൈവത്തെ ശ്രവിക്കുവാനായിട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ ഒന്നുമല്ലാതെയായിത്തീരുന്നു. ദൈവകൃപയാൽ അതിനെയൊക്കെ പരിഹരിക്കപ്പെടുവാനുള്ള ആ വലിയ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ആ അനുഗ്രഹങ്ങൾ ഉണ്ടാവണമെങ്കിൽ സ്നേഹപിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനെ നിങ്ങൾ ശ്രവിക്കുവിൻ. തീർച്ചയായിട്ടും പ്രിയപുത്രന്മാരോടുകൂടി ആയിരിക്കുന്ന ഏതൊരു മാതാപിതാക്കളും അവരുടെ കൂട്ടുകാരോട് എപ്പോഴും പുത്രന് കൊടുക്കുന്ന അതേ വാത്സല്യവും സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും. അപ്രകാരം തന്നെയാണ് സ്നേഹപിതാവായ ദൈവം പ്രിയപുത്രനായ യേശുനാഥനെ, ആ യേശുനാഥൻ്റെ വാക്കുകൾ, കൽപ്പനകൾ, പദ്ധതിയിൽ ഉൾച്ചേർന്ന് ജീവിക്കുന്ന ഏതൊവനും സ്നേഹപിതാവായ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പുത്രനിലൂടെ പുത്രനെയും സ്നേഹപിതാവായ ദൈവത്തെയും മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ വാക്കുകൾ ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കുവാനുള്ള വലിയ കൃപാവരത്തിന് വേണ്ടി ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രകടമാക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി, കാഴ്ചയർപ്പണത്തിൻ്റെ സമയമാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് മൗനമായിട്ട് സമർപ്പിക്കാം. എല്ലാം അറിയുന്ന നാഥൻ അവിടുത്തെ കൃപയിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കാം, ഭൗതിക ആവശ്യങ്ങളായിരിക്കാം, ആത്മീയമായിട്ടുള്ളതായിരിക്കാം, മാനസികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും
നിയോഗങ്ങളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അപ്രകാരമാണ് നാം ഈ ബലിവേദിയിൽ അർപ്പിക്കുന്ന ഗോതമ്പപ്പവും മുന്തിരിയുടെ വീഞ്ഞും അപ്രകാരമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളായി മാറുന്നത്. അപ്രകാരം നമ്മുടെ കഷ്ടതകളിലും ക്ലേശങ്ങളിലും കർത്താവിൻ്റെ ആ വലിയ കൃപയിലും അനുഗ്രഹവും നിറഞ്ഞു നിന്നുകൊണ്ട് അവയൊക്കെ ദൈവാനുഗ്രഹമായി മാറുന്ന, ദൈവാനുഭവമായി മാറുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് അപ്രകാരമായി തീരട്ടെ എന്ന് വിശ്വാസത്തിൻ്റെ നിറവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കാഴ്ച സമർപ്പണത്തിലേക്ക് പ്രവേശിക്കാം. സഹോദരൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഈ കാഴ്ച വസ്തുക്കൾ ഞങ്ങളുടെ പാപങ്ങൾ ശുദ്ധീകരിക്കുകയും പെസഹ തിരുനാൾ ആഘോഷിക്കുവാൻ അങ്ങേ വിശ്വാസികളുടെ ശരീരങ്ങളുടെയും മനസ്സിനെയും പവിത്രീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തൻ്റെ മരണത്തെപ്പറ്റി ശിഷ്യന്മാരെ അറിയിച്ച ശേഷം വിശുദ്ധഗിരിയിൽ വെച്ച് അവിടുത്തെ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ നിയമവും പ്രവാചകന്മാരും സാക്ഷ്യം വഹിക്കുന്നത് പോലെ പീഡാസഹനത്തിലൂടെ അവിടുത്തെ ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് എത്തിച്ചേരുവാൻ മനസ്സിലാക്കുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശക്തികന്മാരോട് ചേർന്ന് ഈ ഭൂമിയിൽ ഞങ്ങൾ അങ്ങേ അനവരതം പാടി സ്തുതിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ്
സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കനിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ.
ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യവിഴുതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തോളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയമുദ്ര വഹിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റണമേ. അങ്ങോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തെ നിത്യസൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ലോരക്ഷനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദ്യരുടെ രാജ്ഞി മറിയമേ, വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ശ്രവിക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ കാര്യങ്ങളിൽ പങ്കുകാരാകാൻ ഞങ്ങളെ അനുവദിച്ചതിന് ഈ മഹത്വമേറിയ രഹസ്യങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.
പാടി വരുന്നു നീതാജങ്ങൾ കന്യാമാതാവിയ നവകീർത്തനമേക അകതാരിലായി ജപഗീതികളോടെ അണയുന്നു നിൻ പ്രിയരീ മക്കൾ ഞങ്ങൾ അമ്പരവും ഭൂതലവും നാഥനെ വാഴ്ത്തിയിടാ ചഞ്ചലമാ ഹൃദയത്തിൽ യേശു നിറഞ്ഞിടാ ജീവിതകാലം രക്ഷകനായി സ്തുതിഗീതം പാടാ അയ്യമ്മസിന്നമ്മേ നിന്നെ കൃപകൾ ചൊരിയണമേ അമ്പരവും ഭൂതലവും നാഥനെ വാഴ്ത്തിയിടാ ചഞ്ചലമാ ഹൃദയത്തിൽ യേശു നിറഞ്ഞിടാ ജീവിതകാലം രക്ഷകനായി സ്തുതിഗീതം പാടാ അയ്യമ്മസിന്നമ്മേ നിന്നെ കൃപകൾ ചൊരിയണമേ കാരുണ്യത്തിൻ മാതാവേ ഞങ്ങൾക്ക് അഭയം നീയേ സകരക്ഷകയ മാതാവേ എന്നും ശരണം നീയേ കാരുണ്യത്തിൻ മാതാവേ ഞങ്ങൾക്ക് അഭയം നീയേ സകരക്ഷകയ മാതാവേ എന്നും ശരണം നീയേ ഒരു കുടക്കീഴി ഒരുമിച്ചു ചേരാ ഒരു മനമായി സന്നിധി അണയാ നാഥൻ നീയേ ദീപം നീയേ ആശ്രയം നീയേ എൻ പ്രിയതായേ ആശ്രയം നീയേ എൻ പ്രിയതായേ ആശ്രയം നീയേ എൻ പ്രിയതായേ മംഗളഗീതം പാടി വരുന്നു നീതാജങ്ങൾ കന്യാമാതാവിയ നവകീർത്തനമേക അകതാരിലായി ജപഗീതികളോടെ അണയുന്നു നിൻ പ്രിയരീ മക്കൾ ഞങ്ങൾ അമ്പരവും ഭൂതലവും നാഥനെ വാഴ്ത്തിയിടാ ചഞ്ചലമാ ഹൃദയത്തിൽ യേശു നിറഞ്ഞിടാ ജീവിതകാലം രക്ഷകനായി സ്തുതിഗീതം